ഹലോ എവരിവൺ, RRB ALPയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. RRB ALPയുടെ വേക്കൻസീസ് കൂടിയ കാര്യം നിങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് സോൺ ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഇനിഷ്യലി അപ്ലൈ ചെയ്ത സോണല്ല, മറ്റൊരു സോണിലേക്ക് ചേഞ്ച് ചെയ്യണം എന്ന് പലർക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്താ വരാത്തത്? അപ്ഡേറ്റ് വന്നു, ഫേക്ക് ചില PDF-കൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് RRBയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. RRB ALP നിങ്ങൾ സെലക്ട് ചെയ്ത സോണിൽ നിന്ന് ചേഞ്ച് ചെയ്ത് അടുത്തൊരു സോൺ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം ഇനിഷ്യലി RRB ALP വിളിച്ച സമയത്തുള്ള വേക്കൻസിയുടെ 3 ഇരട്ടിയിൽ കൂടുതലാണ് വേക്കൻസി ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ വേക്കൻസിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സോൺ സെലക്ട് ചെയ്തത്. അപ്പോൾ ഉള്ള വേക്കൻസി നിങ്ങളുടെ കാറ്റഗറിയുടെ ആ ഒരു സോണിലുള്ള വേക്കൻസി മാത്രം നോക്കിയിട്ടായിരിക്കും പലരും അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വേക്കൻസി കൂടിയപ്പോൾ സോണിൻ്റെ എല്ലാ അവസ്ഥകൾ വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഏത് സോൺ സെലക്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഈ ഒരു സാഹചര്യത്തിൽ ആ സോൺ ചേഞ്ച് ചെയ്യാനൊരു അവസരം RRB എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സോൺ ചേഞ്ച് എങ്ങനെയാണ്, എന്ന് മുതലാണ് സോൺ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ എങ്ങനെയാണ് സോൺ ചേഞ്ച് ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് RRBയുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ട്രിവാൻഡ്രത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുമ്പോൾ RRB ട്രിവാൻഡ്രം അല്ലെങ്കിൽ RRB Thiruvananthapuram.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലായിരിക്കും നിങ്ങൾ ഇനിഷ്യലി വരുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ പല അപ്ഡേറ്റുകളുണ്ട്. നിങ്ങൾ CN നമ്പർ 1/2024 ALP എന്ന് പറയുന്നതിൻ്റെ സൈഡിൽ ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജിലേക്ക് നിങ്ങൾ നാവിഗേറ്റ് ചെയ്ത് പോകും. ഇതിനകത്ത് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്നത്. അറ്റൻഷൻ ടു കാൻഡിഡേറ്റ്സ് ഓഫ് കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞ് കാണാം. ഇതിൻ്റെ ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ മറ്റൊരു പേജിലേക്കായിരിക്കും നാവിഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നോക്കാം. അടുത്തൊരു പേജിൽ വരുന്ന അടുത്തൊരു അപ്ഡേറ്റ് നമുക്ക് കാണാം. ഇങ്ങനെ ഒരു PDF ആണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു PDF ആണ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ ഇങ്ങനെ ഒരു PDF നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു PDF-ന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ, അറ്റൻഷൻ ടു കാൻഡിഡേറ്റ്സ് ഓർ CN നമ്പർ 01/2024 ALPയുടെ കാര്യമാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ കണ്ടീഷണലി എലിജിബിൾ അല്ലെങ്കിൽ റിജക്റ്റഡ് സ്റ്റാറ്റസ് ആൻഡ് ഫെസിലിറ്റി ഫോർ പ്രൊവിഷണലി എലിജിബിൾ അക്സെപ്റ്റഡ് കാൻഡിഡേറ്റ്സ് ടു എക്സസൈസ് മോഡിഫൈ ഓപ്ഷൻ ഓഫ് ദ ചൂസൺ RRB ആൻഡ് പ്രിഫറൻസ് ഓഫ് സോണൽ റെയിൽവേസ് വിത്തിൻ ദ ഓപ്റ്റഡ് RRB ഇൻ വ്യൂ ഓഫ് എൻഹാൻസ്മെന്റ് ഓഫ് വേക്കൻസീസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വേക്കൻസീസ് കൂടിയ പശ്ചാത്തലത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്ത RRBയിൽ നിന്ന് മാറി മറ്റൊരു RRB സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം തരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു PDF ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്ന് മുതലാണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചേ, RRB apply.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പ്രൊവിഷണലി അക്സെപ്റ്റഡ് ആണോ, അല്ലെങ്കിൽ അക്സെപ്റ്റഡ് വിത്ത് കണ്ടീഷൻസ് ആണോ, റിജക്റ്റഡ് ആണോ, ഈ 3 സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്ക്രൂട്ടിനി എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ കഴിയും. അതുപോലെ SMS ആൻഡ് ഇമെയിൽ വിൽ ബി സെൻഡ് ടു ദ കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID മെൻഷൻഡ് ഇൻ ദ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ റിഗാർഡിംഗ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും അതുപോലെ ഇമെയിലുമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി പറയുന്ന കാര്യം, വൈൽ എവറി കെയർ ഹാസ് ബീൻ ടേക്കൺ ഇൻ പ്രിപ്പയറിംഗ് ദ ലിസ്റ്റ് ഓഫ് പ്രൊവിഷണലി എലിജിബിൾ കാൻഡിഡേറ്റ്സ്, RRB റിസർവ്സ് ദ റൈറ്റ് ടു റെക്ടിഫൈ any inadvertent error or typographical misprinting mistakes. RRB regrets inability to entertain any correspondence from ineligible അല്ലെങ്കിൽ rejected candidates. ഇതൊക്കെ നോർമലി പറയുന്ന കാര്യങ്ങളാണ്. RRBയുടെ ഭാഗത്തു നിന്ന് എന്തൊരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള അധികാരം അവർക്ക് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്ന് മുതലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഇനി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് സോൺ ചേഞ്ച് ചെയ്യാനുള്ളൊരു സമയമുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഡേറ്റ് ഇവർ പറയുന്നുണ്ട്. മോഡിഫിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത് 29/7/2024. ഈ മാസം ജൂലൈ 29 മുതലാണ് അതിൻ്റെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7/8/2024. 29 ജൂലൈ മുതൽ 7/8 വരെയുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വീണ്ടും സോൺ മോഡിഫൈ ചെയ്യാനുള്ള ഫൈനൽ ഓപ്ഷൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ 7-ാം തീയതി വരെയുള്ള സമയം, ഓഗസ്റ്റ് 7 വരെയുള്ള ഡേറ്റിനാണ്. അപ്പം ഈ ഡേറ്റ് ശ്രദ്ധിക്കുക, വളരെ കുറച്ച് ഡേറ്റുകളെ നമുക്ക് തന്നുള്ളൂ. 7ഉം 3ഉം 10 ദിവസങ്ങളെ ഏകദേശം നിങ്ങൾക്ക് മോഡിഫിക്കേഷന് വേണ്ടി തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഡേറ്റിൽ തന്നെ നിങ്ങൾ സോൺ
ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ, ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ, ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു സമയത്ത് ഇത് ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഡേറ്റഡ് 22/7/2024 ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. RRB ALPയുമായിട്ട് ബന്ധപ്പെട്ട സോൺ ചേഞ്ചിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഇനി എന്നായിരിക്കും പരീക്ഷ വരുന്നത്, ഇനിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം, ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡേറ്റ് നോക്കിയിട്ട് ഇനി വേക്കൻസീസിന്റെ ലിസ്റ്റോ കാര്യങ്ങളോ ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഫൈനലി ഏത് സോൺ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റി എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ ഇതിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഡീറ്റെയിൽസ് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം. ഇനിയും RRB ALPയുടെ കോഴ്സിന്റെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ദിശ അക്കാഡമിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ALPയുടെ കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾ പലരും ചിലപ്പോൾ എൻറോൾ ചെയ്ത് പഠിക്കുന്നവരാവും. അപ്പോൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ദിശ അക്കാഡമിയുടെ dishaonline.co.in എന്ന് പറയുന്ന സൈറ്റോ അല്ലെങ്കിൽ ദിശ ഓൺലൈൻ ആപ്ലിക്കേഷനോ യൂസ് ചെയ്തിട്ട് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒന്നുകൂടെ ബെറ്റർ ആക്കാം. പിന്നെ RRB JEE എക്സാമിന്റെ നോട്ടിഫിക്കേഷനും ഈ അടുത്ത് തന്നെ വരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസുമായിട്ടാണ് RRB JEE വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും അതിന്റെ RRB JEEയുടെ ഓൺലൈൻ പുതിയ കോഴ്സ്, ഓൺലൈൻ ഏറ്റവും പുതിയ കോഴ്സ് അടുത്ത 1-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ടെക്നിക്കൽ ക്ലാസ്സസും നോൺ ടെക്നിക്കൽ ക്ലാസ്സസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. ഇങ്ങനെയുള്ള എക്സാംസിനെല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. dishaonline.co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് എല്ലാം വേണ്ട മോക്ക് എക്സാം സീരീസ് പോലും ഇതിനകത്ത് ക്ലിയർലി അവൈലബിൾ ആണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ട കംപ്ലീറ്റ്ലി ഉള്ള എല്ലാ എക്സാംസിൻ്റെയും SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഒരു ബെസ്റ്റ് മോക്ക് എക്സാം സീരീസ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. dishaonline.co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിലും കയറാം, അതുപോലെ തന്നെ ദിശ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കംപ്ലീറ്റ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു വെബ്സൈറ്റ് എടുത്താൽ ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ റെയിൽവേയുടെ ആണെങ്കിൽ RRB NTPCയുടെ എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് ഉണ്ട്, ALPയുടെ CBT 1ന്റെ എക്സാം സെപ്പറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ CBT 2 NTPC CBT 2ന്റെ എക്സാം ഉണ്ട്, RPF കോൺസ്റ്റബിൾ, RPF SI, ഇങ്ങനെ പല എക്സാംസും, ഒരുപാട് എക്സാംസ് കംപ്ലീറ്റ്ലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ മസ്റ്റായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് മോക്ക് എക്സാംസ് എഴുതുക. മോക്ക് എക്സാംസ് മാത്രമല്ല, ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഒരു കൂട്ടം എക്സാംസ്, നിങ്ങളുടെ ഫണ്ടമെന്റൽസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള SSC ഫൗണ്ടേഷൻ കോഴ്സ് ഉൾപ്പെടെ, റെയിൽവേയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉൾപ്പെടെ, ബേസിക്സ് മുതൽ മാത്സിന്റെ സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്, SSC GDയുടെ കോഴ്സ്, റെയിൽവേയുടെ സെപ്പറേറ്റ് കോഴ്സുകൾ, ALP ടെക്നീഷ്യന്റെ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. ഇത് കറന്റ് റണ്ണിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൽ ഇപ്പോൾ തന്നെ 193+ ലൈവ് ക്ലാസ്സസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. 193 കൂടുതൽ വരുന്ന ലൈവ് ക്ലാസ്, ഓരോ സെഷനും 1 hour+ വരുന്ന ക്ലാസ്സസ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കോഴ്സുകളിൽ എൻറോൾ ചെയ്യുക. മാത്രമല്ല, ഇനി വലിയ അവസരങ്ങൾ വരുന്നുണ്ട്. ടെക്നിക്കൽ പരീക്ഷ, ALP പോലുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇനിയും RRB JEE പ്രിപ്പയർ ചെയ്യാം. ഇതിന്റെ എല്ലാം നോൺ ടെക്നിക്കൽ പാർട്ടുകൾ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. RRBയുടെ ഫൗണ്ടേഷനിൽ പഠിക്കേണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ എല്ലാവരും ടൈമിൽ യൂസ് ചെയ്യുക. ദിശ അക്കാഡമിയുടെ ചാനലിൽ ഇങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റും ഏറ്റവും ആദ്യം തന്നെ വരുന്നതാണ്. അപ്പോൾ ALPയുമായിട്ട് ബന്ധപ്പെട്ട സോൺ ചേഞ്ചിന്റെ ഇൻഫോർമേഷൻ നിങ്ങൾ എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഒരു ടൈം വരുമ്പോൾ 29-ാം തീയതി മുതൽ അതിൽ സോൺ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. എല്ലാവരും ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഹാപ്പി ലേണിംഗ്.